സെപ്റ്റംബർ 11-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ചൈനയും അതുപോലെ തന്നെ ആഫ്രിക്കൻ യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സമ്മിറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു സമ്മിറ്റിന്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ഇവിടെ ഓതർ നൽകാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. അപ്പോൾ അതായത് ഈ ഒരു ഫോറം ഓൺ ചൈന ആഫ്രിക്ക കോപ്പറേഷൻ ഫോക്കാക്കിന്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു കോപ്പറേഷൻ, എന്താണ് ഇതിന്റെ സഹകരണം എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഈ ടോപ്പിക് 6-ാം തീയതി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഡിസ്കഷൻ കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഫോറം ഓൺ ചൈന ആൻഡ് ആഫ്രിക്ക കോപ്പറേഷൻ, അതായത് ചൈനയും ആഫ്രിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്, ഒരു കോപ്പറേഷൻ ആണ്. അതിന്റെ മീറ്റിംഗ് നടക്കുവാണ്. അപ്പൊ ഇത് ചൈനയും ആഫ്രിക്കയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിലും, ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ യൂണിയനെയാണ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. കുറെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഗ്രൂപ്പിംഗ് ആണ്. ചൈന മറ്റൊരു രാജ്യമാണ്. അപ്പൊ ചൈന എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ഇത്ര അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ പല ഉദ്ദേശങ്ങളുണ്ട്. എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞായിരുന്നു ആഫ്രിക്കയിൽ ഒരുപാട് മിനറൽ റിസോഴ്സസ് ഉണ്ട്. പ്രത്യേകിച്ചും 30% ക്രിട്ടിക്കൽ മിനറൽസ് നമുക്ക് ആഫ്രിക്കയിൽ കാണാൻ പറ്റും. പൊളിറ്റിക്കൽ ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. വിവിധ അന്താരാഷ്ട്ര ഫോറങ്ങളിലും മറ്റുമൊക്കെ ചൈനക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നേടാൻ വേണ്ടി പറ്റും. സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. ഒരു സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, മറ്റൊരു സൈഡിൽ നമുക്ക് അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്. സോ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ ചൈന ബിലീവ് ചെയ്യുന്നത് ലോകത്തിന്റെ ഭാവിയിൽ ഫ്യൂച്ചറിലേക്ക് ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊക്കെ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഫ്രിക്കയുടെ ഡെവലപ്മെന്റിൽ ചൈന സഹായിക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ചൈനയ്ക്കും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ബെയ്ജിംഗ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചൈനയും ആഫ്രിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു ഡിക്ലറേഷനിൽ ആ റിലേഷൻഷിപ്പിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട്, അതായത് ചൈന വിവിധ രാജ്യങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തി കൊടുക്കുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ്. ഇത് ആഫ്രിക്കൻ യൂണിയന്റെ അജണ്ട 2063യുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. ഗ്ലോബൽ ഡെവലപ്മെന്റ്, സെക്യൂരിറ്റി, സിവിലൈസേഷൻ ഇനീഷ്യേറ്റീവ്സ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ചൈനയുടെ സപ്പോർട്ട് ആഫ്രിക്കൻ യൂണിയന് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ രണ്ട് ഭാഗവും ഗവേണൻസിൽ നല്ല ഭരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മോഡേണൈസേഷൻ, പോവർട്ടി റിഡക്ഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ സഹകരിച്ചു പോകുന്നുണ്ട്. അതായത് ആഫ്രിക്കക്ക് ഇതിന്റെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ടുകൾ കൃത്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബെയ്ജിംഗ് ഡിക്ലറേഷനിലൂടെ ചൈന ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലോബൽ ഗവേണൻസിലും അതുപോലെ തന്നെ UN-ന്റെ ഭാഗമായിട്ടൊക്കെ കൂടുതൽ പവർഫുൾ ആയുള്ള രീതിയിലേക്ക് ചൈനക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കോപ്പറേഷൻ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്കണോമിക് പാർട്ട്ണർഷിപ്പ്, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് എക്കണോമിക് പാർട്ട്ണർഷിപ്പിന് എഗ്രിമെന്റ് സൈൻ ചെയ്യാനും ചൈന താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതുവഴി കൂടുതൽ എക്കണോമിക്കലി കണക്റ്റഡ് ആവുന്നതിന് വേണ്ടിയിട്ടും താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ചൈന ഒരുപാട് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റേഴ്സിനോടും ഈ ഒരു ആഫ്രിക്കൻ കൺട്രീസുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കടത്തെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കടത്തിനെയൊക്കെ കൃത്യമായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെ ആ ഒരു വലിയ കടമുള്ള രാജ്യങ്ങളുണ്ട് പലതും, അവയൊക്കെ ആ ഒരു ഡെപ്റ്റിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാനും ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ബാധ്യതയെ കുറക്കുന്ന രീതിയിലേക്ക് ശ്രമിക്കാനും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജോയിന്റ് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ ചൈന ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കൂടാതെ സീറോ താരിഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയം പ്രത്യേകിച്ചും ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ കൺട്രീസിന് വേണ്ടി കൊണ്ടുവരുന്നത്. അതായത് ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് ഒരു തരത്തിലുള്ള ഇറക്കുമതി നികുതിയുമില്ല. അപ്പൊ ഇത് അത്തരം രാജ്യങ്ങളിലെ പ്രൊഡക്റ്റുകളെ കുറെ കൂടി കോമ്പറ്റീറ്റീവ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടും ചൈനീസിലേക്ക് എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതിനും കാരണം ഇത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകളും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ചൈന ഇതിനൊരു നാച്ചുറൽ പാർട്ട്ണർഷിപ്പ് ആയിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഷെയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ആയിട്ടാണ് ചൈന ഇതിനെ പുറത്ത് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളാക്കട്ടെ ഇതിന്റെ ബെനിഫിറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള റിസ്കുകളും ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചൈന ലോൺ ആയിട്ടാണ് കടം കൊടുക്കുന്നത്. ഇത് തിരിച്ചടക്കേണ്ടതായിട്ട് ഇത് വലിയൊരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഈവൻ ശ്രീലങ്ക ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഇവരെല്ലാം ഈ ഒരു ഡെപ്റ്റ് ട്രാപ്പിൽ പെട്ടിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നാണ് നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്.
അപ്പൊ ഇന്ത്യയും ആഫ്രിക്കയുമായിട്ട് നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇന്ത്യ ആഫ്രിക്കയുമായിട്ട് നല്ലൊരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ചൈനയാണ് ആഫ്രിക്കയുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. ഒരു ഗ്ലോബൽ ഇഷ്യൂ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോൾ ഈ ഒരു രാജ്യങ്ങളെല്ലാം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ആഫ്രിക്ക ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരേണ്ടതായിട്ട് ഇന്ത്യ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആഫ്രിക്കയുടെ സഹകരണത്തോട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്, ആഫ്രിക്കയെ സഹായിക്കുന്ന രാജ്യമാണ്. പക്ഷേ ഇന്ത്യ കുറെ കൂടി ആഫ്രിക്ക ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരണം. ആഫ്രിക്കയുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് പ്രയോറിറ്റീസിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനുമായിട്ടുള്ള എഫേർട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നും ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യ ടൈസുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സിവിൽ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും മെച്ചപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്, പ്രത്യേകിച്ചും എങ്ങനെയാണ് ബന്ധം മെച്ചപ്പെട്ടത് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.